വായിക്കുന്നത് അനുജി. അങ്കമാലി നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വയോമിത്രം പദ്ധതിയിലെ 300ഓളം അംഗങ്ങൾ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും മറന്ന് സിനിമാ പ്രേക്ഷകരായി. വയോജനങ്ങളുടെ മാനസികോല്ലാസത്തിനായി നഗരസഭ സംഘടിപ്പിക്കുന്ന വിനോദ പരിപാടികളുടെ ഭാഗമായി അങ്കമാലി മൈ സിനിമാസിൽ നടത്തിയ സൗജന്യ സിനിമാ പ്രദർശനം വയോജനങ്ങൾക്ക് ആവേശം പകർന്നൊരു ഒത്തുകൂടലായി മാറി. സിനിമാ തിയേറ്ററിന്റെ പടവുകൾ കയറുവാൻ പാടുപെടുമ്പോഴും കളിച്ചിരികൾ വിടാതെ പരസ്പരം സഹായിച്ചും സമയമെടുത്തും എല്ലാവരും തങ്ങളുടെ ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കി. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നുണക്കുഴി എന്ന ചിത്രമാണ് പ്രദർശിപ്പിച്ചത്. സിനിമാ തിയേറ്ററിന്റെ പ്രവേശന കവാടത്തിൽ ഒത്തുകൂടിയവർ നഗരസഭാ ചെയർമാൻ ശുഭ പതാക വീശി അഭിവാദ്യം ചെയ്തപ്പോൾ നിരനിരയായി തിയേറ്ററിനകത്തേക്ക് പ്രവേശിച്ചു. തിയേറ്ററിനകത്ത് വെച്ച് നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നു. നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ടി വി ഏലിയാസ്, ജാൻസി അരീക്കൽ, ലക്സി ജോയ്, ജിതർഷി ജോയ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ എ വി രഘു, കൗൺസിലർമാരായ ബാസ്റ്റൻ ഡി പാറയ്ക്കൽ, ലില്ലി ജോയ്, ലിസി പോളി, റോസ്ലി തോമസ്, ഷൈനി മാർട്ടിൻ, ഗ്രേസി ദേവസി, മോളി മാത്യു, മൈ സിനിമ മാനേജർ സനു, വയോമിത്രം കോർഡിനേറ്റർ വർഷ പി എ, മെഡിക്കൽ ഓഫീസർ അജ്മൽ, ജീവനക്കാരായ അനീറ്റ ആൻഡോ, ശൈലജ എം കെ, ആനന്ദൻ എ സി, പി ശശി എന്നിവർ വയോജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളുമായി സന്നിഹിതരായിരുന്നു. വീണ്ടും കാണാം. പൊടിപ്പും തൊങ്ങലുകളുമില്ലാതെ സത്യസന്ധമായ വാർത്തകളുമായി ഇൻസൈഡ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ ഫോളോ ചെയ്യുക.